വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനുഷ്മാസ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഈസിയായും ടേസ്റ്റിയിലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബദാമിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബദാം തീയൽ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 100 ഗ്രാം ബദാം തലേ ദിവസം വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 7-8 മണിക്കൂറോളം ഒന്ന് കുതിരണം. എന്നിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് രണ്ടായിട്ട് പിളർത്തിയെടുത്തതിന് ശേഷം ഒരു കുക്കറിൽ 7-8 വിസിൽ ഒന്ന് വേവിച്ചെടുക്കണം. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അതൊന്ന് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാൻ എടുത്ത് വയ്ക്കാം. ആ പാൻ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു 2.25 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവുമ്പോൾ ഇനി കടുകാണ് ഇട്ട് കൊടുക്കാനുള്ളത്. ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് 2 എണ്ണം മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 30ഓളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഈ കൊച്ചുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 3-4 പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ്. നീളത്തിൽ കട്ട് ചെയ്ത കൊച്ചുള്ളിയാണ്. ഇതിനെ നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്, ഈസിയാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 6 പച്ചമുളക് നീളത്തിൽ 2ആയിട്ട് മുറിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഒരിതൾ കറിവേപ്പിലയാണ് ഇനി ഇട്ട് കൊടുക്കാനുള്ളത്. കറിവേപ്പില അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തു. ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴാണ് ഇനി പൊടിവർഗ്ഗങ്ങൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. ഈ ഉള്ളിയായിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം വേവിച്ച് വച്ചിരിക്കുന്ന ബദാമാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് വയ്ക്കണം. ആ ബദാം അതിലേക്ക് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നീട് ഇട്ട് കൊടുക്കണം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൻ്റെ പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതെല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം 3/4 കപ്പോളം തേങ്ങാപ്പാൽ, 1-ാം പാലാണ്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ തീയലിവിടെ തിളച്ചിട്ടുണ്ട്. തിളയ്ക്കുന്ന സമയത്ത് ഒരിതൾ കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പറ്റി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാലയാണ്. അതിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി വയ്ക്കാം. ഇനി ഒന്ന് അടച്ച് വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. 5-10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ ബദാം തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. വളരെ ടേസ്റ്റിയാണ്. ചപ്പാത്തിക്കും ചോറിനും ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണിത്. വളരെ ഹെൽത്തി ഡിഷാണ്. ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉറപ്പായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ഡിഷാണ്. ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്.